ജിമ്മുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. 1.5 ലക്ഷം രൂപയുടെ ഉത്തേജക മരുന്നുകൾ പിടിച്ചെടുത്തു. steroid എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യം? അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 സെക്ഷൻ 26A പ്രകാരം നമ്മുടെ രാജ്യത്ത് ചില മരുന്നുകൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ യൂസ് ചെയ്യുന്നതോ പ്രൊഹിബിറ്റഡ് ആണ്. അതിൽ പെടുന്ന ചില മരുന്നുകളാണ് അനബോളിക് സ്റ്റെറോയിഡ്സ്. ഒരു വാലിഡായ ഡോക്ടറുടെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് അത് വാങ്ങാനോ വിൽക്കാനോ യൂസ് ചെയ്യാനോ പാടില്ല. അത് കുറ്റകരമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രെൻബോളോൺ അസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അനബോളിക് സ്റ്റിറോയിഡ് മെഡിസിനാണ്. ഇത് ശരിക്കും മനുഷ്യരിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് കാറ്റൽസിൽ യൂസ് ചെയ്യുന്ന മെഡിസിനാണ്. അതായത് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കന്നുകാലികളിൽ കുത്തി വെക്കുന്ന ഒരു മരുന്നാണ് ഈ ട്രെൻ. ആൻഡ്രോജൻ കണ്ടന്റ് ഇതിൽ കൂടുതലായതുകൊണ്ട് തന്നെ ബോഡിക്ക് നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ വലിയ രീതിയിൽ സൈഡ് എഫക്റ്റ് ഇതിലുണ്ട്. ടെസ്റ്റിക്കിൾ സ്ട്രിങ്ക് ആവുക, അതേപോലെ ഇന്റേണൽ ഓർഗൻസ് ഡാമേജ് ആവുക, നമുക്ക് ദേഷ്യം കൂടുക, ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ പറ, ജിമ്മിൽ ഇൻസ്പെക്ഷൻ നടത്തണോ നടത്തണ്ടേ? ഇനി ക്രിസ് ബംസ്റ്ററിന്റെ കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ബോക്സിൽ ഒന്ന് തെറി വിളിക്കാമെന്ന് കണ്ടു. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ചെയ്യും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. സോ ഗൈസ്, ദിസ് ഈസ് അവർ ടീം വാൻഗാർഡ്.